ഇപ്പോൾ കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും സർക്കാർ നടപ്പിലാക്കിയ വികസനത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകളാണ്. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ തങ്ങളുടെ ഭരണ നേട്ടം ഉയർത്തിക്കാട്ടാൻ കോടികളാണ് പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത്. ധനമന്ത്രിയുടെ വാക്കുകളിൽ കേരളം ഇപ്പോൾ കടക്കണിയിലാണ്. ശമ്പളത്തിനും പെൻഷനും പണമില്ല. 3700 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാനം ഇപ്പോൾ തുനിയുകയാണ് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷം മാത്രം കടബാധ്യത 49,547 കോടിയായി ഉയരും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2000 കോടി രൂപയാണ് നികുതി വരുമാനത്തിന് പുറമെ പ്രതിമാസം സംസ്ഥാനത്തിന് ആവശ്യമുള്ളത്. കടമെടുപ്പിലൂടെയാണ് സംസ്ഥാനം ഈ തുക കണ്ടെത്തുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാറായിരിക്കെ കരാറുകാർക്കും മറ്റുള്ള ഇടപാടുകൾക്കും ബില്ലുകൾ മാറി നൽകുന്നതോടെ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവ് കുത്തനെ കൂടും. ഇതിന് പുറമെ പെൻഷനും ശമ്പളവും നൽകേണ്ടതുണ്ട്. ഇക്കാരണത്താലാണ് സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നത് എന്നാണ് ധനവകുപ്പിൻ്റെ ഭാഷ്യം. ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷനും അധിക വായ്പ എടുത്തു എന്നത് ചൂണ്ടിക്കാട്ടി കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. 10 വർഷത്തിനിടയിൽ അഴിമതിയുടെ പരമ്പര തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റൽ, 5000 പ്രണയമുള്ള സ്വന്തം കിടപ്പുമുറിയിൽ അന്യ സ്ത്രീകളെ കയറ്റുന്ന മന്ത്രി തുടരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനത്തിന് ക്രൂരമർദ്ദനം, കയ്യിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാൻ സർക്കാർ ആശുപത്രിയിൽ പോയ പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ ആരോഗ്യരംഗം, വയറിനകത്ത് കത്രിക കുടുക്കിയ ആരോഗ്യരംഗം, വിലക്കയറ്റത്തിൽ കേരളത്തെ ഇന്ത്യയിൽ നമ്പർ 1 ഒന്നാം സംസ്ഥാനമാക്കി മാറ്റുകയാണ്. കറണ്ട് ചാർജ് 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. 1600 രൂപയുണ്ടായിരുന്ന കെട്ടിട നികുതി 21,000 രൂപയാക്കി മാറ്റി. ഇന്ധന നികുതി 2 രൂപ വെച്ച് കൂട്ടി. വെള്ളക്കരം ഇരട്ടിയാക്കി. ഭൂമിയുടെ ന്യായവില 20% കൂട്ടി. ബാറുകളുടെ എണ്ണം 29 നിന്ന് 884 വർദ്ധിപ്പിച്ചു. രക്തസാക്ഷി ഫണ്ട് പോലും മുക്കുകയാണ്. യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഡൽഹിയിൽ പോയിട്ട് PM ശ്രീയിൽ ഒപ്പിട്ട് അട്ടിമറി നടത്തി. പുതിയ വാഹനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി. യൂണിവേഴ്സിറ്റി ഫീസ് കൂട്ടി. യുവാക്കളുടെ തൊഴിലന്വേഷകരുടെയും സ്വപ്നങ്ങൾ തകർത്തു. കോർട്ട് ഫീ കൂട്ടി. മുദ്രപത്ര വില കൂട്ടി. ബസ് ചാർജ്, പാൽ വില, ആവശ്യ വസ്തുക്കളുടെ വില എന്നിവയൊക്കെ കൂട്ടി. പിൻവാതിൽ നിയമങ്ങളിൽ റെക്കോർഡിട്ടു. PSC നിയമനങ്ങൾ കൃത്യമായി നടത്താത്തത് കൊണ്ട് 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടാതെയാക്കി. മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം റെക്കോർഡിൽ എത്തിയിട്ടും നടപടി ഒന്നും എടുക്കാത്ത ആഭ്യന്തര വകുപ്പ്. തെരുവ് നായ്ക്കളുടെ കടിയിൽ ആളുകൾ മരണപ്പെടുമ്പോൾ ഒന്നും ചെയ്യാനാവാത്ത സർക്കാർ. ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാതെ ജയിലിൽ ശമ്പളം വർദ്ധിപ്പിച്ചു. സഹകരണ ബാങ്കുകളിലെ കൊള്ളയടി, ജെട്ടി മോഷണ കേസിൽ രാജിവെച്ച മന്ത്രി, സ്ഥാനാർത്ഥിയുടെ മതം നോക്കാൻ പറയുന്ന പാർട്ടി, 500 രൂപയുടെ PP കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങി അഴിമതി നടത്തി. PR വർക്കിന് കോടികൾ, അയ്യപ്പ സംഗമത്തിന് കോടികൾ, നവകേരള യാത്രയ്ക്ക് കോടികൾ, ഇരുവർ ഇൻ്റർവ്യൂവിന് കോടികൾ. ദൂരത്തിൽ മറ്റാരുണ്ട് LDF അല്ലാതെ? അന്നന്നത്തെ അപ്പത്തിന് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് ദുരിതവും KV തോമസിനെ പോലെയുള്ളവർക്ക് ലക്ഷങ്ങളുടെ ശമ്പളവും. സരിന് 80,000 മാസ ശമ്പളം, PSC ചെയർമാന് 4 ലക്ഷം മാസ ശമ്പളം, റീൽസ് എടുക്കാൻ ടൂറിസം വകുപ്പിന് 39 ലക്ഷം, മകളുടെ എക്സാലോജിക്ക് അഴിമതി, ബ്രൂവറി അഴിമതി, വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തെ ടൗൺഷിപ്പിൻ്റെ വീട് നിർമ്മാണത്തിലെ കരാർ അഴിമതി അടക്കം ഇപ്പോഴത്തെ സഹകരണ മേഖലയിലെ 700 കോടിയുടെ അഴിമതി നീക്കത്തിൻ്റെ വിവരങ്ങൾ കൂടി ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾ പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കാൻ TCSന് 206 കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ ഈ കരാർ റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ച് ദിനേശ് BD സഹകരണ സംഘങ്ങൾക്ക് കൈമാറാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂരിലെ 2 സഹകരണ സംഘങ്ങൾ മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റം വരുത്തിയത്. കേരള ദിനേശ് BD വർക്കേഴ്സ് സെന്റർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയും മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോർപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ് ഇത്. ഇതിൽ 280 പ്രാഥമിക സംഘങ്ങൾക്കായി ദിനേശ് BD നൽകിയ 58 കോടിയുടെ ബില്ലിലാണ് സർക്കാർ തീരുമാനത്തിൽ ഇപ്പോൾ എത്താൻ നിൽക്കുന്നത്. ഇതനുസരിച്ച് 410 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുമ്പോൾ 914 കോടി രൂപയോളം ചിലവാണ് കണക്കാക്കുന്നത്. 206 കോടി രൂപയ്ക്ക് സോഫ്റ്റ്വെയർ ഭീമനായ TCS 4415 സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാൻ ഏറ്റ പദ്ധതിയാണ്. അതിൻ്റെ 4 ഇരട്ടി തുകയ്ക്ക്
ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് കൈമാറുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ ഖജനാവിൽ നിന്ന് 700 കോടിയിൽ പരം നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്നാണ് ചെന്നിത്തല ഇന്ന് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കട്ടുമുടിക്കാനും കൊള്ളയടിക്കാനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരായി കേരളത്തിൽ LDF മാറുമ്പോൾ അതിനെ തടയാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രതിപക്ഷം മുന്നിട്ടിറങ്ങുകയാണ്. സകല മേഖലകളിലും നടക്കുന്ന അഴിമതിയും ധൂർത്തും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി സർക്കാർ നേരിടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന 6 ഇന വാഗ്ദാനങ്ങൾ അത് കേരള ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി ഉയരുകയാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി ഉയർത്തും, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് എന്നീ 6 വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഈ കാര്യങ്ങൾ വിളംബരം ചെയ്തുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ബസ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് കേരള യാത്രയ്ക്കായി പുറപ്പെട്ടു കഴിഞ്ഞു. 14 ജില്ലകളിലും ജനങ്ങളുമായി നേരിട്ടിടപെട്ടുകൊണ്ടാണ് ഈ ബസ് പ്രയാണം തുടരുക. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രകമ്പനം ബൂത്തുകളിൽ അലയടിക്കും. 10 വർഷം അഴിമതി കൊണ്ട് പൂർത്തിയാകുന്ന LDF സർക്കാരിനെ കടപുഴക്കുന്ന ഒരു ചുഴലിക്കാറ്റായി ഇത് മാറും. ടീം UDFന്റെ കുതിച്ചു ചാട്ടമാവുകയും യഥാർത്ഥ ജനസേവനത്തിന്റെ സർക്കാർ കേരള ഭരണം കൈയാളുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.